നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തിയേക്കും. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ ഖാർഗെയുടെ വസതിയിൽ യോഗം തുടരുകയാണ്. എന്നാൽ ആദ്യം കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നായിരുന്നു. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് മത്സര രംഗത്തു നിന്ന് വിട്ടുനിൽക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. 2 ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചനകൾ. നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള MP ആണ് സോണിയ. അതേസമയം സോണിയയ്ക്ക് പകരമായി മകളും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. കോൺഗ്രസിന്റെ അടിയുറച്ച സീറ്റാണ് റായ്ബറേലി. അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയുടെ ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്. 2006 മുതൽ സോണിയയാണ് ലോക്സഭയിൽ റായ്ബറേലിയെ പ്രതിനിധാനം ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ 77-കാരിയായ സോണിയ ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ട് പറയുന്നത്. 2019 കോൺഗ്രസിന്റെ പ്രകടനം ദയനീയമായിരുന്നിട്ടും രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റിട്ടും റായ്ബറേലി നിലനിർത്താൻ സോണിയയ്ക്ക് കഴിഞ്ഞിരുന്നു. രാജസ്ഥാനിൽ നിന്ന് സോണിയയെ രാജ്യസഭയിൽ എത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സോണിയയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിലൂടെ പാർലമെന്റിലെത്തുമ്പോൾ അവരുടെ നിലവിലെ മണ്ഡലമായ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. രാജസ്ഥാനിൽ ഒഴിവരുന്ന സീറ്റിൽ നിന്ന് സോണിയയുടെ രാജ്യസഭയിലെത്തിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആലോചന. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലി സുരക്ഷിത മണ്ഡലമാകുമെന്നാണ് വിലയിരുത്തൽ. 1950 മുതൽ കോൺഗ്രസിന്റെ കോട്ടയായ ഈ സീറ്റ് ആദ്യമായി പ്രതിനിധാനം ചെയ്യുന്നത് പ്രിയങ്കയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയാണ്. 2019 ജനുവരിയിൽ ഔപചാരികമായ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രിയങ്ക ആ വർഷം വാരണാസിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അന്ന് പാർട്ടിയെ നയിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ദൗത്യം പ്രിയങ്കയെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയ തകർപ്പൻ വിജയം ആ ശ്രമം തകർത്തു. ഈ മാസം 27-നാണ് 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള മത്സരം. കോൺഗ്രസിൽ നിന്ന് മനു അഭിഷേക് സിംഗ്വി, അജയ് മാക്കൻ, അഖിലേഷ് പ്രസാദ് സിംഗ് എന്നിവർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പ്രിയങ്ക ഇതുവരെ എവിടെയും മത്സരിച്ചിട്ടില്ല. 2006 മുതൽക്ക് റായ്ബറേലിയിലെ ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് സോണിയയാണ്. ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ സോണിയ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. റായ്ബറേലി ഗാന്ധി കുടുംബത്തിന് ഇതുവരെ ഉറച്ച സീറ്റാണ്. 1950 മുതൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലവുമാണിത്. പ്രിയങ്കയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയാണ് ഈ സീറ്റിൽ ആദ്യം ജയിച്ചയാൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പരമ്പരാഗത മണ്ഡലമായ അമേഠിയിൽ തോറ്റിരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പിൽ അമ്പെ പൊളിഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റായ്ബറേലി സീറ്റിൽ സോണിയ വിജയിച്ചു. പ്രിയങ്കയെ സംബന്ധിച്ച് ഏറെ സുരക്ഷിതമായ മണ്ഡലമാണ് റായ്ബറേലി. ഉത്തർപ്രദേശിൽ തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം നടത്തിയ പ്രിയങ്കയ്ക്ക് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വൻ വിജയം നേടി. ഈ മാസം 27-നാണ് 15 സംസ്ഥാനങ്ങളിലായി 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള മത്സരം നടക്കുന്നത്.